BJP-യിൽ തന്നെ ഒരു വിഭാഗത്തിന് ഇതിൽ അതൃപ്തിയുണ്ട് എന്ന സൂചനകളും പുറത്തേക്ക് വരികയാണ്. അർജുൻ കല്യാടും VS രഞ്ജിത്തും വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഇപ്പോൾ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തിരിക്കുന്നു, പ്രതിമാനാച്ഛാദനം നടത്തിയിരിക്കുന്നു. ആ പരിപാടിയിലേക്ക് CPM നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ CPI-യുടെ പന്നിയൻ രവീന്ദ്രനെയും കണ്ടു. അതിനിടയ്ക്കാണ് ഒരു BJP നേതാവ് അവിടെ എത്തുന്നത്. N. ഹരിദാസിന്റെ വരവിനെ എങ്ങനെയാണ് CPM നേതാക്കൾ കണ്ടിരിക്കുന്നത്? അവിടെ നിന്ന് ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ അതിൻ്റെ അനാച്ഛാദനം നിർവഹിച്ചിരിക്കുകയാണ്. അനാച്ഛാദനം നിർവഹിക്കുന്ന ചടങ്ങിലേക്കാണ് BJP നേതാവ് N. ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടത്തേക്ക് എത്തുകയും ചെയ്തത്. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇവിടത്തേക്ക് എത്തുന്നു എന്നതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ആരും തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. മറ്റ് രാഷ്ട്രീയ കോൺഗ്രസിൻ്റേതോ മുസ്ലിം ലീഗിൻ്റേതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടത്തേക്ക് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. BJP നേതാവ് N. ഹരിദാസ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഹരിയാട്ട, ഇത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പരിപാടിയിലേക്ക്, CPM നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയിലേക്ക് BJP നേതാവ് എത്തുന്നു എന്നത് രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി വർഷക്കാലം, പതിറ്റാണ്ടുകൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. നിരവധി ഭരണതലത്തിൽ നിരവധി ഉത്തരവാദിത്വം വഹിച്ചവർ, പാർട്ടി തലത്തിൽ ഉത്തരവാദിത്വം വഹിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. അതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്നതാണ് തെറ്റ്. നിങ്ങളതിന് രാഷ്ട്രീയം കാണുന്നത്. എൻ്റെ നാട്ടിലെ ഒരു സമുന്നതനായ നേതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിലാണ് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ സമൂഹത്തിന് മറക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം നമുക്ക്. ആ അഭിപ്രായം വെച്ചുകൊണ്ട് തന്നെ പറയാം, ഈ പൊതുമണ്ഡലത്തിൽ നിരവധി വർഷക്കാലം, പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഒരു പൊതുസമ്മതനായ നേതാവ് തന്നെയാണ്. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അത്തരമൊരു നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു അനാച്ഛാദനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വിളിച്ചാൽ വരുന്നത് എന്താ തെറ്റ്? എനിക്കറിയില്ല. അതിലൊന്നും നിങ്ങൾ വല്ല വിവാദം ഉണ്ടാക്കിയാൽ എനിക്ക് വിഷയമൊന്നുമില്ല. അതിലൊന്നൊരു വിവാദമില്ല. ഇതൊക്കെ നന്മയുടെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ വന്ന നന്മയുടെ പ്രതീകമായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ ഹരിദാസ് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നപ്പോൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വിഭാഗം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു ചർച്ചയും നടത്തില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടുമല്ല വന്നത്. എന്തിനാ പ്രസിഡന്റ് കേസ്? ഞാൻ ഇന്ന് രാവിലെയാണല്ലോ ചേട്ടാ ഇത് എറണാകുളത്ത് നിന്ന്, അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് ഇതൊക്കെ ചർച്ച ചെയ്യും. അവിടേക്ക് മറ്റൊരു ആളുടെ വീട്ടിൽ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് എന്തിനാ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നു? അതെന്തിനാ സംസ്ഥാന കമ്മിറ്റി? ഇല്ലാത്ത കുറേ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ കുറേ നുണകൾ. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ പങ്കെടുക്കുന്ന ചർച്ച എനിക്ക് ഒരു സുരേന്ദ്രൻ ചോദിച്ചിട്ടുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ സുരേന്ദ്രനോട് ചോദിച്ചിട്ടുമില്ല. ചോദിച്ചാലല്ലേ ഇങ്ങനെയുള്ളൊരു വിഷയം, എൻ്റെ നാട്ടിൻ്റെ വിഷയം നിങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചയാണ്. CPM RSSും BJP ഒക്കെ പരസ്പരം ഏറ്റുമുട്ടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ബലിദാനികളെയൊക്കെ മറന്നുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. പാർട്ടിക്കകത്ത് തന്നെ അങ്ങനെ ഒരു വിമർശനമില്ല, പാർട്ടി ചർച്ചയും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ കാലഘട്ടം തുടരണമെന്നാണ് ആഗ്രഹം. എപ്പോഴും വൈരാഗ്യത്തോടെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ വിളഭൂമിയായിട്ട് കേരളം മാറണം, കണ്ണൂർ ജില്ല മാറണം, തലശ്ശേരി മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും. അതൊക്കെ കാലം കടന്നുപോയി. രാഷ്ട്രീയ സൗഹൃദം എല്ലാവർക്കും വേണം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാണ്. അല്ലാണ്ട് രാഷ്ട്രീയ സംഘർഷമല്ല വേണ്ടത്. കഴിഞ്ഞ കാലത്തെ സംഭവവികാസങ്ങൾ അയവർത്തുകൊണ്ട് വീണ്ടും സംഘർഷ ഭൂമിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സംഘർഷം എന്നല്ലാണ്ട് സമന്വയമാണ് ആവശ്യം. നമ്മളന്നും പറയും സമഭാവമാണ് ആവശ്യം. അതൊക്കെ ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ അന്നും ഇന്നും വളരെ സൗഹാർദ്ദത്തോട് പോയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോഴും കോടിയേരി ആയിട്ടൊരു വളരെ സൗഹാർദ്ദം എനിക്കുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതിലൊരു സംശയമില്ല. ആ കുടുംബമായിട്ടുണ്ട്. ആ കുടുംബമാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒന്നും തന്നെ ആരും തന്നെ എല്ലാവരുണ്ട്. ലീഗിന്റെ ഉണ്ട്. പ്രാദേശിക നേതാക്കൾ അല്ലല്ല, ലീഗിന്റെ ജില്ലാ നേതാക്കന്മാരുണ്ട്. നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ലീഗിന്റെ ജില്ലാ നേതാവുണ്ട്, കോൺഗ്രസിന്റെ ജില്ലാ നേതാവുണ്ട്, എല്ലാവരും ഉണ്ട്. ആരാ ഇല്ലാത്ത? ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് അവരുടെ മനോഗതിക്ക് വിട്ടേക്ക് നിങ്ങൾ, അവരുടെ മനോഭാവത്തിന് വിട്ടേക്ക് നിങ്ങൾ. ഞാൻ DCC ഓഫീസിൽ വിളിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ലീഗിന്റെ ഓഫീസിൽ വിളിച്ചിട്ടാണ് എന്നോട് വരുന്നത്. ഞാൻ എന്തിനാ അവരെ നോക്കേണ്ട ആവശ്യം? എൻ്റെ കാര്യമല്ലേ ഞാൻ നോക്കണ്ടോ? എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ വന്നു, അത്ര തന്നെ. അതിൽ എൻ്റെ സംഘടന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ആര് വിവാദം ഉണ്ടാക്കിയാലും അതൊന്നും വലിയ വിവാദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. എന്തിന് പാർട്ടിയിൽ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്യും? സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും അങ്ങനെ ഒരു ചർച്ചയും നടന്നില്ല. സ്റ്റേറ്റിൽ ആരും ഉന്നയിച്ചിട്ട് വേണ്ട ചർച്ച നടത്താൻ. ഇതിലെത്രയോ ആളുകൾ ഇവിടെ തലശ്ശേരിയിലെ പൊതുമുഖങ്ങളിലൂടെ, ഞാൻ തലശ്ശേരിക്കാരനാണ്. എൻ്റെ വീട്ടിൽ 100-500 മീറ്ററിന് ഇപ്പുറത്താണ് ഈ സ്ഥലം. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് എന്താ ബുദ്ധിമുട്ട്? ഈ സൗഹാർദ്ദം എന്നുള്ളതാണ്. ഇന്നുകൂടെ നെറ്റിന്നില്ലാത്ത വെറുതെ ഈ രാഷ്ട്രീയ സംഘർഷം പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ദയവേറ്റ് വേർതിരിക്കരുത്. കുടുംബത്തിൽ ആരാ ഹരിയാണ ക്ഷണിച്ചതാരാ? എന്നെ കുടുംബത്തിന് അവരുടെ ഭാര്യ വിനോദിനിയും അവരുടെ മകനും വിളിച്ചാണ് എന്നെ. അതൊക്കെ ഞങ്ങളെ പേഴ്സണൽ പ്രശ്നം. ഞാൻ അങ്ങനെ പറയുന്ന കൂടെ തെറ്റുമില്ല. അവർ വിളിച്ചുകൊണ്ടാവുന്നതന്നെ. പാർട്ടി നേതാക്കന്മാർ എന്നെ ആരും വിളിച്ചിട്ടില്ല. വിനോദിനെയും വിളിച്ചു. 100% വിളിച്ചു. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട ബാക്കിലാണ് ഇവർ വർഷങ്ങളോളം വാടക താമസിച്ചത്. മുമ്പ്
കോടിയേരി ബാലകൃഷ്ണൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വിനോദിനി ചേച്ചി എൻ്റെ വീട്ടിൻ്റെ പുറകിലാണ് താമസിച്ചിരുന്നത്. ആ കാലത്ത് എൻ്റെ വീടുമായിട്ട് സൗഹാർദ്ദമുണ്ട്. ആ സൗഹാർദ്ദം ഇപ്പോഴും ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്തിനാത്? അതിലൊക്കെ എന്താ തെറ്റ്? അതിലൊന്നും ഞങ്ങളെ രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ഞങ്ങളെ രാഷ്ട്രീയം എല്ലാവരുമായിട്ട് ഒത്തുപോകണം എന്നുള്ള രാഷ്ട്രീയക്കാരൻ. നിങ്ങൾ അങ്ങനെ വേർതിരിക്കണ്ട അതിനാണ്. ശരി, അത്രയേ ഉള്ളൂ. BJP നേതാവ് N. ഹരിദാസാണ് ഇപ്പോൾ പറഞ്ഞത്. ഭാര്യയും, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരിയും മകൻ ഉൾപ്പെടെ ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടത്തേക്ക് എത്തിയത്. രാഷ്ട്രീയപരമായി ഇത് ഏതെങ്കിലും ഒരു പാർട്ടി വേദിയിൽ ചർച്ച ചെയ്തുകൊണ്ടല്ല ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിൽ പോലും പാർട്ടിയുടെ ഒരു ഘടകത്തിലും ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന യോഗങ്ങളിലോ ഇത് ചർച്ച ചെയ്തില്ല. K. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് N. ഹരിദാസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി ഇത് വലിയ തോതിൽ ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയമായി ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇത് കുടുംബ ബന്ധമാണ്. വിനോദിനി കുടുംബവും ആണ് വിളിച്ചത്. അവർ നേരത്തെ അയൽവാസികളായിരുന്നു എന്നുള്ള കാര്യമാണ് ഹരിദാസൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയോട് ചോദിക്കേണ്ട കാര്യം പോലുമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്ന രൂപത്തിൽ അതിനെ കാണാം. പക്ഷേ BJP RSS ബന്ധം CPM-നുണ്ട്, അവിശുദ്ധ ബന്ധം എന്ന ആരോപണങ്ങൾക്കിടെയാണ് BJP നേതാവ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇത് പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടുണ്ടോ, BJP-ക്കകത്ത് ചർച്ചയായിട്ടുണ്ടോ എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു.